Hello, good morning. Welcome to next episode of Social Science class. Today's Victor's class related to this question. Organize a seminar on how the English East India Company formed for trade became the rulers of India. ഇന്ത്യയിൽ കച്ചവടത്തിനായി വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറിയത് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പറഞ്ഞത്. ഈ ആൻസറിലേക്ക് ഒരു ഇൻഡിക്കേഷൻ തരുന്ന ആൻസർ പെട്ടെന്ന് കണ്ടെത്താവുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ചാർട്ട് പരിശോധിക്കാം. മൈൽ സ്റ്റോൺസ് ടു പവർ, അധികാരത്തിലേക്കുള്ള നാഴികക്കല്ലുകൾ. ബ്രിട്ടീഷുകാർ രണ്ട് സ്ട്രാറ്റജിയാണ് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഒന്ന് വാറാണ്, മറ്റൊന്ന് ലെജിസ്ലേഷനാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വാർസ്? ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്നാമത്തത് പ്ലാസി യുദ്ധവും മറ്റൊന്ന് ബക്സാർ യുദ്ധവുമാണ്. അത് രണ്ടും ബംഗാൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളതാണ്. മറ്റൊന്ന് നെക്സ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ, മറ്റൊന്ന് മറാത്ത വാർ. ആംഗ്ലോ മൈസൂർ വാറിലൂടെ മലബാറും കുടകുമാണ് പിടിച്ചെടുത്തത്. മറാത്ത വാറിലൂടെ മറാത്തയും പിടിച്ചെടുത്തു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള യുദ്ധങ്ങളാണ്. ഇനി മറുഭാഗത്ത് ലെജിസ്ലേഷൻ എന്ന് കാണാം. പ്രദേശങ്ങൾ നിയമം നിർമ്മിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. പ്രധാന രണ്ട് നിയമങ്ങളാണ് സബ്സിഡിയറി അലയൻസസ് ആൻഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. സബ്സിഡിയറി അലയൻസിലൂടെ പിടിച്ചെടുത്തത് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങൾ. ഡോക്ട്രിൻ ഓഫ് ലാബ്സിലൂടെ പിടിച്ചടക്കിയത് ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാനുള്ളത് വാട്ട് ഈസ് ആംഗ്ലോ മൈസൂർ വാർ, വാട്ട് ഈസ് മറാത്ത വാർ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷൻസ് ലൈക്ക് സബ്സിഡിയറി അലയൻസസ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഫസ്റ്റ് നമുക്ക് മൈസൂർ വാറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ദ റെയിൻ എക്സ്പാൻസ്, ഭരണം വ്യാപിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം വ്യാപിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മൈസൂർ വാസ് അനദർ റീജിയൻ ദാറ്റ് വാസ് സബ്ജുഗേറ്റഡ് ബൈ ബ്രിട്ടീഷ്. ബംഗാൾ അടക്കിയതിന് ശേഷം അടുത്തതായി ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചടക്കിയ പ്രദേശമാണ് മൈസൂർ. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. മൈസൂർ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു. ഇറ്റ് ബിക്കെയിം ദ ഡോമിനൻ്റ് പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. ഹൈദർ അലി, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന രണ്ട് ഭരണാധികാരികളുടെ ഭരണകാലത്താണ് മൈസൂർ ശക്തമായത്. ദെയർ ഡോമിനേഷൻ എക്സ്റ്റെൻഡഡ് ഈവൻ ടു ദ ഏരിയാസ് ലൈക്ക് മലബാർ. ടിപ്പുവിൻ്റെയും ഹൈദർ അലിയുടെയും അവരുടെ ഒരു മേധാവിത്വം മലബാറിലേക്ക് വരെ വ്യാപിച്ചിരുന്നു. ദിസ് ഇൻറ്ററപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. മലബാറിൽ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് ഈ ഒരു ടിപ്പുവിൻ്റെയും ഹൈദർ അലിയുടെയും സ്വാധീനം തടസ്സം സൃഷ്ടിച്ചു. ദ ഫ്രണ്ട്ലി റിലേഷൻ ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻഡ് വിത്ത് ദി ഫ്രഞ്ച് ആൾസോ ആഡഡ് ഫ്യൂൽ ടു ദി അനിമോസിറ്റി ഓഫ് ദി ബ്രിട്ടീഷ്. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനും ഹൈദർ അലിക്കും ഉണ്ടായിരുന്ന ബന്ധവും ഫ്രണ്ട്ഷിപ്പും ബ്രിട്ടീഷുകാരെ ഇവരുടെ എതിരാളികളാക്കി മാറ്റി. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റീസൺ ഫോർ ദ വാർ വിത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ? രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഹൈദർ അലി ആൻഡ് ടിപ്പുസ് ഡോമിനേഷൻ എക്സ്റ്റെൻഡഡ് ഈവൻ ദി ഏരിയാസ് ലൈക്ക് മലബാർ. ദിസ് ഇൻറ്ററപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. മറ്റൊന്ന്, ദ ഫ്രണ്ട്ലി റിലേഷൻ ഓഫ് ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻഡ് വിത്ത് ഫ്രഞ്ച്. ഇതാണ് മൈസൂർ യുദ്ധത്തിന് കാരണം. ദിസ് മെയ്ഡ് ദ കോങ്കർ മൈസൂർ. ടിപ്പു ഫോർട്ട് ബ്രേവ്ലി വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഡൈഡ് ഫൈറ്റിംഗ് ദ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ഈ ഒരു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ ധീരമായി പോരാടി ടിപ്പു സുൽത്താൻ. പക്ഷേ നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ഉണ്ടായത്. വിത്ത് ദ സക്സസ് ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർ, മലബാർ ആൻഡ് കൂർഗ് കെയിം അണ്ടർ ദി ബ്രിട്ടീഷ് റെയിൻ. ഈ ഒരു യുദ്ധത്തിന് ശേഷം, ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ മലബാർ, കുടക് തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുത്തു. ഇനി ഇവിടെ ശ്രീരംഗപട്ടണം
എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് 4 വാർസ് ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് ദെയർ സുസെറിനിറ്റി ഇൻ മൈസൂർ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് 4 യുദ്ധങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ദ ബ്രിട്ടീഷ് അനക്സ്ഡ് മലബാർ ആസ് പെർ ദി ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു ആൻഡ് ദി ബ്രിട്ടീഷ് ആഫ്റ്റർ ദി 3rd ആംഗ്ലോ മൈസൂർ വാർ. 3ാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചടക്കിയത്. ഇനി ഈ ഒരു മാപ്പിൽ നമുക്കിവിടെ ടിപ്പു സുൽത്താനെയും കാണാം. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ അറ്റ് ദി ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറി, 19ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇൻഫ്ലുവൻസ് ബംഗാളിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ മൈസൂർ, മലബാർ തുടങ്ങിയ ഭാഗത്തേക്ക് വ്യാപിച്ചത് ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറാത്ത വാറിനെ കുറിച്ചാണ് പറയുന്നത്. സബ്സിക്വൻ്റ്ലി ദ കമ്പനി കോൺകേർഡ് ദ മറാത്ത. അതിന് ശേഷം കമ്പനി മറാത്ത പിടിച്ചെടുത്തു. എന്തുകൊണ്ടാണ് മറാത്ത പിടിച്ചെടുത്തത്? മറാത്താസ് ഹൂ വേർ എ ത്രെറ്റ് ടു ദി കോട്ടൺ ട്രേഡ് ഓഫ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് ഒരു ഭീഷണിയായിരുന്നു മറാത്തക്കാർ. അതുകൊണ്ടാണ് മറാത്ത പിടിച്ചടക്കിയത്. സൂൺ ആഫ്റ്റർ ദേ കോൺകേർഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് സിന്ധ്, പഞ്ചാബ് ആൻഡ് അവധ്. മറാത്ത പിടിച്ചടക്കിയതിന് ശേഷം ബ്രിട്ടീഷുകാർ പഞ്ചാബ്, അവധ്, സിന്ധ് തുടങ്ങിയ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. ഇനി ലെജിസ്ലേഷൻ, ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷനെ കുറിച്ചാണ് പറയുന്നത്. വി ഹാവ് സീൻ ദാറ്റ് ദ ബ്രിട്ടീഷ് കോൺകേർഡ് ദ പവർഫുൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് യൂസിങ് മിലിറ്ററി ഫോഴ്സസ്. ഇതുവരെ നമ്മൾ കണ്ടത് ബംഗാളിൻ്റെ, അതേപോലെ തന്നെ മൈസൂർ, മറാത്ത തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കിയത് മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ചാണ്. സച്ച് സ്റ്റേറ്റ്സ് കെയിം അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ. ഈ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത്. സർട്ടൺ അതർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, മറ്റു ചില നാട്ടുരാജ്യങ്ങൾ വേർ അഫിലിയേറ്റഡ് ത്രൂ ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻസ്. മറ്റു പല സ്ഥലങ്ങളും പിടിച്ചടക്കിയത് ട്രീറ്റി, കരാറുകളിലൂടെയും, ആൻഡ് ലെജിസ്ലേഷൻസ്, ചില നിയമങ്ങളിലൂടെയാണ്. ദ സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു നിയമമാണ് സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ. അത് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലിയാണ്. മറ്റൊന്നാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം. അത് എക്സിക്യൂട്ട് ചെയ്തത് ലോർഡ് ഡൽഹൌസിയാണ്. ഇത് രണ്ടും ഹാഡ് ഇമ്പോർട്ടൻ്റ് റോൾസ് ഇൻ ദി അക്വിസിഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. ഈ 2 നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 ലെജിസ്ലേഷൻസ് ആണ്. ഒന്ന് സബ്സിഡിയറി അലയൻസസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി, മറ്റൊന്ന് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ എൻറ്റേർഡ് ഇൻ ടു ദി സബ്സിഡിയറി അലയൻസ്. സൈനിക സഹായ വ്യവസ്ഥ അനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചടക്കിയ സ്ഥലങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു മാപ്പ് കാണാം. 1857 ആയപ്പോഴേക്ക് ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഡോമിനേഷൻ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും എത്തിയതായി ഈ മാപ്പിൽ നിന്ന് നമുക്ക് കാണാം. ഇനി എന്താണ് സബ്സിഡിയറി അലയൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് സബ്സിഡിയറി അലയൻസ്? ദ റൂളേഴ്സ് ഹൂ സൈൻഡ് ദി സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന ഭരണാധികാരികൾ, വേർ അഷ്വേർഡ് പ്രൊട്ടക്ഷൻ ബൈ ദി കമ്പനി. അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് സംരക്ഷണം ഉറപ്പുകൊടുക്കും. എഗൻസ്റ്റ് ഇൻവേഷൻസ് ആൻഡ് ഇൻറ്റേർണൽ റിവോൾട്ട്, അന്നത്തെ നാട്ടുരാജ്യങ്ങൾക്ക് തൊട്ടടുത്ത നാട്ടുരാജ്യങ്ങളിൽ നിന്നും എന്തെങ്കിലും അക്രമം ഉണ്ടായാൽ അതിനെ തൊട്ട് ബ്രിട്ടീഷുകാർ അവരെ കാവൽ നിൽക്കും. അതേപോലെ ഇൻറ്റേർണൽ റിവോൾട്ട്സ്, അവരുടെ രാജ്യത്ത് ഏതെങ്കിലും വിഭാഗക്കാർ ലഹളയോ മറ്റോ നടത്തിയാൽ അതിനെതിരെയും ബ്രിട്ടീഷുകാർ കമ്പനി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന നിയമമാണ് സബ്സിഡിയറി സൈനികമായി സഹായിക്കുക എന്ന വ്യവസ്ഥ. ഹൗവർ, ഇതിലൂടെ എന്നാൽ സംഭവിക്കുന്നത് ദ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ്, ബ്രിട്ടീഷുകാർ സൈനിക സഹായം കൊടുക്കാമെന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ അധികാരം വേർ വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവിന്, പ്രതിനിധിയുടെ കയ്യിലേക്ക് വരുന്നു. ഇതാണ് സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് വാട്ട് ഈസ് സബ്സിഡിയറി അലയൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് കാണാം.
ഇനി മറ്റൊന്ന് ഡോക്ടറിങ് ഓഫ് ലാബ്സ് ആണ്. ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ്ഡ് ദി പോളിസി ഓഫ് ഡോക്ടറിങ് ഓഫ് ലാബ്സ്. ഡോക്ടറിങ് ഓഫ് ലാബ്സ് എന്ന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ആസ് പെർ ദ പോളിസി, ആ നിയമം അനുസരിച്ച്, വെൻ ദ റൂളർ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ്, ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി ഡൈഡ് വിത്തൗട്ട് എ മെയിൽ ഹെയർ, അനന്തരാവകാശിയായ ഒരു ആൺകുട്ടി ഇല്ലാതെ മരണപ്പെട്ടാൽ, അതായത് ആൺകുട്ടികളില്ലാത്ത ഒരു രാജ്യം മരണപ്പെട്ടാൽ, ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദി സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. ആ പ്രദേശം ആർക്കായിരിക്കും? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുമെന്ന നിയമമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഡോക്ടറിങ് ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസിയാണ്. ഇവിടെ ഈ നിയമത്തിലൂടെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കാണാം. ദ ബ്രിട്ടീഷ് അനക്സ്ഡ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ ത്രൂ ദി ഡോക്ടറിങ് ഓഫ് ലാബ്സ്. ഇത്രയും പ്രദേശങ്ങൾ ഡൽഹൌസി പ്രഭുവിൻ്റെ ഡോക്ടറിങ് ഓഫ് ലാബ്സിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ പ്രദേശങ്ങളാണ്. ദ ബ്രിട്ടീഷ് അഡോപ്റ്റഡ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ടു അനക്സ് ദി പ്രിൻസ്ലി സ്റ്റേറ്റ്. പലതരത്തിലുള്ള തന്ത്രങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തത്. പ്രധാനമായും 2 തന്ത്രങ്ങളാണ്. ഒന്ന് വാർസ്, മറ്റൊന്ന് ലെജിസ്ലേഷൻസ്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ ബൈ 1857. 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലേക്ക് വന്നു. ആൻഡ് എ യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അതിലൂടെ ബ്രിട്ടീഷുകാർ അവിടെ ഒരു ഏക ഭരണവ്യവസ്ഥ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിന് വന്ന് ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് യൂണിറ്റും അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.